ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തിന്മയുടെ ശക്തികളെ കീഴടക്കിയ പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥത്തിലൂടെ എല്ലാ ദുഷ്ടസൈന്യങ്ങളെയും തകർക്കാൻ ഈ തിരുവചന ധ്യാനത്തിലൂടെ ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഒരു അന്ധകാര ശക്തിയും ഞങ്ങളെ വേട്ടയാടാതിരിക്കട്ടെ. തിന്മ കാണാതെ ഈശോയെ നിൻ്റെ തിരുരക്തത്താലും നിൻ്റെ കുരിശിനാലും ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ചേർത്ത് പിടിക്കുകയും സംരക്ഷണത്തിൻ്റെ അഭിഷേകം നൽകുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ആമേൻ. യോഹന്നാനിൽ ലഭിച്ച വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള വായന 12-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ. താൻ ഭൂമിയിലേക്ക് എറിയപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ അന്വേഷിച്ച് സർപ്പം പുറപ്പെട്ടു. സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ടു തൻ്റെ സങ്കേതമായ മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ വേണ്ടി ആ സ്ത്രീക്ക് വൻകഴുകൻ്റെ 2 ചിറകുകൾ നൽകപ്പെട്ടു. സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും അവൾ അവിടെ സംരക്ഷിക്കപ്പെടേണ്ടി വരുന്നു. സ്ത്രീയെ ഒഴുക്കിക്കളയാൻ സർപ്പം തൻ്റെ വായിൽ നിന്ന് നദി പോലെ ജലം അവളുടെ പിന്നാലെ പുറപ്പെടുവിച്ചു. എന്നാൽ ഭൂമി അവളെ സഹായിച്ചു. അത് വായ് തുറന്ന് സർപ്പം വായിൽ നിന്ന് ഒഴുക്കിയ നദിയെ വിഴുങ്ങിക്കളഞ്ഞു. അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരിക്കുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. അത് സമുദ്രത്തിൻ്റെ മണൽത്തട്ടിയിൽ നിലയുറപ്പിച്ചിരിക്കുന്നു. ഏറ്റവും സ്നേഹമുള്ളവരെ, വെളിപാട് ഗ്രന്ഥം രഹസ്യങ്ങളുടെ സമാഹാരമാണ് എന്നാണ് പറയുന്നത്. അതിലുള്ള ചില കൺസെപ്റ്റുകൾ നമുക്ക് വ്യാഖ്യാനിക്കാനായിട്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ പറയുന്ന വെളിപാട് ഗ്രന്ഥത്തിലുള്ളത്. പക്ഷെ അതിൽ ഒരു പ്രത്യേക ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ഒരു സ്ത്രീയെ കീഴടക്കാനായിട്ട് ദുഷ്ടശക്തി കടന്നു വരുന്നത്. ഇത് ഈ ഒരു വചനഭാഗം നമ്മൾ എടുക്കാനുള്ള കാരണം, ഇന്ന് ലോകത്തിൽ പൈശാചികമായ ആക്രമണങ്ങളെക്കുറിച്ചും തിന്മയുടെ സ്വാധീനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇതിനെ അതിജീവിക്കുക എന്ന് ചോദിക്കുമ്പോൾ, അതിനാരെ നമുക്ക് കൂട്ടുപിടിക്കണം എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരമാണ് ഈ വെളിപാട് ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നത്. ഈ ദിവസങ്ങളിൽ കുറേ പേര് വന്ന് വൈദികരുടെ അടുത്തും മറ്റ് സന്യസ്തരുടെ അടുത്തൊക്കെ വന്നിട്ട് പറയുന്നുണ്ട്, ഒത്തിരി പൈശാചിക ബന്ധനമുണ്ട്, അല്ലെങ്കിൽ തിന്മയുടെ സ്വാധീനം ഇങ്ങനെ വല്ലാതെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കണു എന്നൊക്കെ പറയുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എങ്ങനെ സാധിക്കുമെന്ന് ചോദിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഏക ഉത്തരം എന്ന് പറയുന്നത് വിശുദ്ധ കുരിശും പരിശുദ്ധ മറിയത്തിൻ്റെ സാന്നിധ്യമാണ്. മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ദുഷ്ടശക്തികൾ നീങ്ങിപ്പോകും എന്നുള്ളതിന് തെളിവാണ് സ്നേഹമുള്ളവരെ വെളിപാട് പുസ്തകത്തിൻ്റെ 12-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. ഇതിലൊരു അല്പം ഭാവനാത്മകമോ അല്ലെങ്കിൽ രഹസ്യാത്മകതയോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ വളരെ ലിറ്ററൽ ആയിട്ടുള്ള മീനിങ് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ സർപ്പം എന്ന് പറയുന്നത് തിന്മയുടെ സ്വാധീനമെന്ന് മാത്രം മനസ്സിലാക്കുക. അത് ഒരു സാധാരണ സ്ത്രീയായ യഹൂദ പാരമ്പര്യത്തിൽപ്പെട്ട ഒരു പാവപ്പെട്ട സ്ത്രീയായ പരിശുദ്ധ മറിയത്തെ കീഴടക്കാനായിട്ട് വരുന്ന ഒരു ഭാഗമൊന്ന് മനസ്സിലോർക്കാം. ആ സമയത്ത് പരിശുദ്ധ മറിയത്തെ ഈ തിന്മയുടെ സ്വാധീനം ഒരു പോറൽ പോലും അവളെ ഏൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അമ്മ ആ പ്രലോഭനത്തെ അല്ലെങ്കിൽ ആ തിന്മയുടെ സ്വാധീനത്തെ കീഴടക്കി എന്നുള്ള ഭാഗമാണ് ഇപ്പോൾ നമ്മളിങ്ങനെ വായിച്ച് കേൾക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ജീവിതത്തിലും നമ്മളുമായി ബന്ധപ്പെട്ടവരിലൊക്കെ ഏതെങ്കിലും തിന്മയുടെ സ്വാധീനം ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് കർത്താവിൻ്റെ കുരിശിൽ ആശ്രയിക്കുകയും രണ്ടാമത്തെ കാര്യം പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പരിശുദ്ധ മറിയം എങ്ങനെയാണ് ഈ തിന്മയുടെ സ്വാധീനങ്ങളെ തോൽപ്പിച്ചത് എന്ന് കണ്ടെത്താനായിട്ട് ഈ വചനധ്യാനം നമുക്ക് ഉപയോഗിക്കാം. മാതാവിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന 3 പ്രത്യേകതകൾ കൊണ്ടാണ് മാതാവ് അല്ലെങ്കിൽ 3 രീതികൾ കൊണ്ടാണ് പരിശുദ്ധ മറിയം എങ്ങനെ ഈ തിന്മയുടെ സ്വാധീനങ്ങളെ ഒഴിവാക്കിയത്. ഈ മാതാവിൻ്റെ ഈ 3 കാര്യങ്ങൾ ഒന്നോർത്ത് ഈ ഒരു മേഖല നമ്മളിൽ നിന്ന് വിട്ടുമാറുന്നതിന് വേണ്ടി നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. അപ്പോൾ തിന്മയുടെ സ്വാധീനം പരിശുദ്ധ മറിയത്തെ കീഴടക്കാനായിട്ട് വരുന്ന സമയത്ത് പരിശുദ്ധ മറിയത്തിനുണ്ടായിരുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഈ തിന്മയുടെ സ്വാധീനത്തിന് തന്നെ തൊടാനായിട്ട് പറ്റില്ല, ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് ചിന്തിച്ച സ്ത്രീയാണ് പരിശുദ്ധ മറിയം.
ദൈവത്തിൽ ആനന്ദിച്ചവളാണ് പരിശുദ്ധ മറിയം എന്ന് ചുരുക്കം. ഈ ദൈവത്തിൽ ആനന്ദിച്ചത് കൊണ്ടാണ് ഇത്തരം തിന്മയുടെ സ്വാധീനങ്ങളെയൊക്കെ പരിശുദ്ധ മറിയത്തിന് അത് നിഷ്പ്രയാസം തോൽപ്പിക്കാൻ പറ്റിയത്. അവളുടെ ഉദരത്തിലുള്ള കുഞ്ഞുവാവേനെ നശിപ്പിക്കാൻ വന്ന ഈ തിന്മയുടെ സ്വാധീനത്തെയും അവളെ തകർക്കാൻ വന്ന ഈ സാത്താൻ്റെ തലയെ പോലും അവൾ തകർത്തു എന്നുള്ളതാണ് ഈ വെളിപാട് ഗ്രന്ഥകാരനായ യോഹന്നാന് കിട്ടുന്ന ഏറ്റവും നല്ല ദർശനമായിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ഈ ഒരു തിരുവചനത്തിലൂടെ കടന്നു പോകുന്ന നമ്മുടെ ഈ ഒരു ലോകത്തിൽ ഇന്ന് ഈ തിന്മയുടെ സ്വാധീനങ്ങളെ എങ്ങനെ ഒരുവന് കീഴടക്കാം എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഏക പോംവഴി എന്ന് പറയുന്നത് ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുക എന്നുള്ളതാണ്. ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുന്നവർക്ക്, കർത്താവിൻ്റെ കുരിശിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥം പ്രാർത്ഥിച്ച് ജപമാല ചൊല്ലുന്ന ഒരു വ്യക്തിയെപ്പോലും ഒരു തിന്മയ്ക്കും തോൽപ്പിക്കാൻ പറ്റില്ല. എത്ര വലിയ ദുഷ്ട സൈന്യങ്ങൾ ഉണ്ടാവട്ടെ, നമുക്ക് എത്ര വലിയ കുതന്ത്രങ്ങൾ നമുക്കെതിരെ ചെയ്യട്ടെ, പക്ഷെ അതിനെയൊക്കെ നമ്മളിൽ നിന്ന് വിട്ടുകളയാനായിട്ട്, നമ്മളിൽ നിന്ന് മാറ്റിപ്പോവാനായിട്ട് നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി. നമ്മുടെ പൂർവികർക്ക് സ്നേഹമുള്ളവരെ സത്യത്തിൽ ഈ ഒരു കാര്യം അറിയാം. അതുകൊണ്ടാണ് നമ്മുടെ ചെറിയ മക്കൾക്കൊക്കെ എന്തെങ്കിലും ചീറ് പറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊക്കെ അസ്വസ്ഥതയോടുകൂടി അവർ കരയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ നേരിട്ട് ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകല്ല ചെയ്യുക. അവർ ചെയ്യുന്ന ആദ്യത്തെ കാര്യം എന്ത് ചെയ്യുക, അവർ തന്നെ ഈ കുഞ്ഞുവാവയുടെ നെറ്റിയിൽ ഇങ്ങനെ കുരിശ് വരയ്ക്കും. അതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അവർ നേരെ അവിടെ അടുത്തുള്ള വികാരിച്ചനെയോ സന്യസ്തരെയോ പോയി കണ്ടിട്ട് എൻ്റെ മോന് വേണ്ടിയിട്ടൊന്ന് ഈശോയോട് പ്രാർത്ഥിക്കുമെന്ന് പറയാം. കുരിശിൻ്റെ ആശീർവാദം തരുവച്ച എന്ന് വന്ന് ചോദിക്കും. അങ്ങനെ പാരമ്പര്യം സ്നേഹമുള്ളവരെ നമ്മളോട് പറഞ്ഞു തരുന്ന കാര്യം ഇത്രയാണ്: നിന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിന്നെ വലയം ചെയ്യുന്ന രീതിയിൽ ശത്രു വരട്ടെ, നിന്റെ വീടിൻ്റെ മുറ്റത്ത് അവർ എത്ര വലിയ ദുഷ്ട ക്രിയ വേണമെങ്കിൽ അവർ ചെയ്യട്ടെ, പക്ഷെ നിനക്ക് മനസ്സിൽ നിന്ന് സൂക്ഷിക്കാൻ പറ്റിയാൽ മതി, ഇത്രയൊക്കെ ദുഷ്ടശക്തികളുണ്ടെങ്കിൽ, ഇത്രയും വലിയ കാര്യങ്ങളുണ്ടെങ്കിലും അതിനെയൊക്കെ കീഴടക്കി തോൽപ്പിക്കാനായിട്ട് എൻ്റെ കർത്താവിൻ്റെ കുരിശിന് സാധിക്കും എന്ന് വിശ്വസിച്ച് തുടങ്ങണം. ഇതിങ്ങനെ അല്പം ഗൗരവത്തോടു കൂടി ഒരു കാര്യം പറയാൻ കാരണം, ഈ ദിവസങ്ങളിൽ കുറേ പേര് വന്ന് ഈ കൗൺസിലിങ്ങിനൊക്കെ വന്നിരുന്ന് കരയണ കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു ഉപദേശമൊക്കെ ചോദിച്ചു വരുന്നത് ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം ഒരു അപ്പച്ചൻ ഇങ്ങനെ വന്നിട്ട് പറയാ, അച്ഛാ ഞങ്ങളുടെ വീട് വിൽക്കാൻ പോവാ, ഞങ്ങളുടെ വീട് വിൽക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരു സമാധാനം ഇല്ല, ഒരു സ്വസ്ഥതയില്ല, വല്ലാത്ത അസ്വസ്ഥതയിലൂടെ ഞങ്ങളുടെ കുടുംബം പോവാന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പറയും. അപ്പം അതിനെ കാരണമൊക്കെ ചോദിക്കുമ്പോൾ വേറെ പ്രത്യേകിച്ച് ഒരു കാരണവും കാണുന്നില്ല. എന്നിട്ട് ഇവർ പറയുന്ന കാരണം എങ്ങനെയാണ്, തൊട്ടടുത്ത് ഒരു മറ്റു രീതിയിലുള്ള പൂജ ചെയ്യുന്ന ഒരു ഗ്രൂപ്പുണ്ട്, അതിനോട് ചേർന്നുള്ള ഭാഗം അത് ഞങ്ങൾക്ക് അത്ര നല്ലതല്ല, ദുഷ്ടശക്തികളുടെ കേന്ദ്രമായിട്ടൊക്കെയാണ് അച്ഛാ ഞങ്ങളവിടെ കാണുന്നത്. അവിടെ കുറേ ദുർപൂജ നടത്തുന്നതുണ്ട്. അത്തരം ദുഷ്ടശക്തികളുടെ ആക്രമണങ്ങളുടെ മേഖലയിൽ അത് ഞങ്ങൾക്ക് താങ്ങാനായിട്ട് പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നിങ്ങനെ പറയാം. എന്നിട്ട് ഇവർ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, അവരുടെ മുൻപിൽ ഞങ്ങൾ കീഴടങ്ങാൻ തീരുമാനിച്ചു വെച്ചാൽ ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങളുടെ വീട് കിട്ടുന്ന വില കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് പോകാൻ നിൽക്കാമെന്ന് പറയും. അത് കേൾക്കുമ്പോൾ സ്നേഹമുള്ളവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സഹതാപം, ഒരു സിമ്പതിയൊക്കെ ഈ കുടുംബത്തോട് തോന്നുക. കാരണം അങ്ങനെ ഇവരിങ്ങനെ പേടിച്ചൂടുക, ഈ പറയുന്ന ദുഷ്ടശക്തികൾ നമ്മളെ കീഴടക്കും എന്ന് ചിന്തിക്കുകയാണ് ഒരു ക്രിസ്തീയ കുടുംബം. അപ്പോഴാണ് ഈ കുടുംബത്തിന് ഇങ്ങനെ ഒരു ധൈര്യമായിട്ട് കർത്താവിൻ്റെ വചനം എടുത്തപ്പോഴാണ് ഈ ഒരു തിരുവചന ഭാഗം ഇങ്ങനെ എടുത്തിട്ട് ഇവർ കൊടുക്കാനുള്ള ഈശോയുടെ മെസ്സേജ് ഇങ്ങനെ കിട്ടുന്നത്. ഈശോയുടെ മെസ്സേജ് കിട്ടി ഈ ഒരു ഭാഗം ഇങ്ങനെ എടുത്ത് ഈ കുടുംബത്തിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഈ പറയുന്ന ദുഷ്ടശക്തികളുടെ മുൻപിൽ നമ്മൾ തോൽക്കുകയാണ് ചെയ്യുക. നമ്മൾ ആ വീട് വിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പ്രശ്നം എന്തെങ്കിലും രീതിയിലൊരു ബോർഡ് വീണു അല്ലെങ്കിൽ ഒരു സമയത്ത് തൊണ്ട പോയി വേദനയൊക്കെ എടുത്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ തീർക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ മുൻപിൽ പതറാതെ നിൽക്കാനുള്ള ഒരു ബലം എൻ്റെ കർത്താവായ യേശു എനിക്ക് തരുന്നുണ്ടെന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് എന്തേ പറ്റാത്തേ ചോദിച്ചു കഴിഞ്ഞ് ആ വീട് വിൽക്കണ്ട, ഇത്ര മാത്രം ചെയ്താൽ മതി എന്ന് പറയാം. ആ കർത്താവിൻ്റെ കുരിശ് വീടിൻ്റെ മുറ്റത്ത് നടുമുറ്റത്ത് തൂക്കുന്നത് പോലെ തൂൽക്കുക. പരിശുദ്ധ മറിയത്തിൻ്റെ ജപമാല ചൊല്ലി എന്നും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് മാത്രം ഇവരെ പരഞ്ഞുവിടാം. ഏതാണ്ട് ഒരു മാസം കഴിയുമ്പോൾ ഇവർ ഈ രണ്ട് കാര്യം ചെയ്തതിൻ്റെ അഭിഷേകത്തോടെ പറയാച്ചാ, ഇങ്ങനെ ഞങ്ങൾ കുറേ കൂടെ ഈ ദുഷ്ടശക്തികൾക്കെതിരെ കർത്താവായ ക്രിസ്തുവിൻ്റെ കുരിശിലും പരിശുദ്ധ മറിയത്തിൻ്റെ ജപമാലയിലും ആശ്രയിച്ചു കഴിഞ്ഞപ്പോൾ, അതിലാനന്ദം കണ്ടെത്തിയപ്പോൾ പിന്നെ ഈ പറയുന്ന ദുഷ്ടശക്തികളൊന്നും ഞങ്ങളെ തോൽപ്പിക്കാനായിട്ട് സാധിക്കാത്ത പോലെയായി. ആ കുടുംബം ഇന്ന് വലിയ സന്തോഷത്തോടുകൂടി അവിടെ ആ സ്ഥലം വിൽക്കുകയും അവരുടെ ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കണതിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ, നമുക്കെതിരെ ആരെങ്കിലുമൊക്കെ ദുഷ്ടപൂജ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അങ്ങനെ സാധനം കുഴിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള പേടിയുടെ പുറത്ത് ജീവിക്കുന്നവരുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യം ഇന്ന് ചെയ്താൽ മതി. ഒരു നല്ല കുരിശ്, കർത്താവിൻ്റെ കുരിശ്, ഒരു ബെനഡിക്റ്റ് കുരിശ് വാങ്ങി അതൊന്ന്
വികാരിയച്ഛനെ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആത്മീയ ശുശ്രൂഷകരെ കൊണ്ടോ വെഞ്ചരിച്ച് അത് വീട്ടിൽ തൂക്കുക. പരിശുദ്ധ മറിയത്തിൻ്റെ ജപമാല ഇന്നു മുതൽ മുടങ്ങാതെ ഞാൻ എൻ്റെ കുടുംബത്തിൽ ചൊല്ലുമെന്ന് മാത്രം തീരുമാനിച്ച് ഈ 2 കാര്യങ്ങളും മാത്രം ചെയ്താൽ മതി സ്നേഹമുള്ളവർ. ഒരു ദുഷ്ട സൈന്യവും നമ്മുടെ വീട്ടിലേക്ക് കയറില്ല, ഒരു തിന്മയുടെ സ്വാധീനവും നമ്മുടെ വീട്ടിലേക്ക് കയറില്ല. പക്ഷേ ഈ ദിവസങ്ങളിൽ ഇങ്ങനെ ഈ തിന്മയുടെ സ്വാധീനമൊക്കെ കയറുന്ന കുറേ കുടുംബങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിന് കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ കാരണമുള്ളൂ: വീട്ടിൽ കുടുംബ പ്രാർത്ഥനയില്ല, വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയില്ല എന്നുള്ളതൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ചിലരൊക്കെ വന്നിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, അച്ഛാ ഇങ്ങനെ വീട്ടിൽ ഇന്ന പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ അവരുടെ അടുത്ത് ചോദിക്കാനുള്ള ഒരൊറ്റ ചോദ്യമുള്ളൂ: വീട്ടിൽ എന്നും കുടുംബ പ്രാർത്ഥനയുണ്ടോ ഒരുമിച്ച്? ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ അവരിങ്ങനെ ആലില വിറക്കണ പോലെ വിറക്കണത് കാണാറുണ്ട്. എല്ലാ ദിവസവും വചനം വായിക്കാറുണ്ടോ? എല്ലാ ദിവസവും ജപമാല ചൊല്ലാറുണ്ടോ? ഒന്നിനും ഉത്തരമില്ലാത്ത കുടുംബങ്ങളിവിടെ രൂപപ്പെടുന്നുണ്ട്. എൻ്റെ സ്നേഹമുള്ളവരെ, നീ ഇന്ന് വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ, ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ, കർത്താവിൻ്റെ വചനം നീ ശ്രവിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് നിശ്ചയമായിട്ട് 2 കാര്യങ്ങൾ ചെയ്യണം. നിൻ്റെ കഴുത്തിൽ ഒരു ജപമാല ഉണ്ടാവണം. ദുഷ്ടസൈന്യത്തെ തോൽപ്പിക്കാനുള്ള വിശുദ്ധ കുരിശിൻ്റെ അടയാളം അതിലുണ്ടായിരിക്കണം. അങ്ങനെ വെച്ച് നീ ജീവിച്ചു തുടങ്ങി ഏത് കാര്യങ്ങളെയും നിനക്ക് തോൽപ്പിക്കാനുള്ള ശക്തി ഇങ്ങനെ കിട്ടും. ദൈവത്തിൽ ആനന്ദിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ സുവിശേഷം. ദുഷ്ടസൈന്യത്തെ ഓർത്ത് പേടിച്ചിരിക്കുന്ന ദൈവമക്കളുടെ അടുത്ത് പരിശുദ്ധ മറിയത്തിൻ്റെ ഈ വെളിപാടിൻ്റെ 12-ാം അധ്യായം 13 മുതലുള്ള തിരുവചനം പറഞ്ഞു തരണത് ഇങ്ങനെയാണ്: പരിശുദ്ധ മറിയം ഈ പറയുന്ന സർപ്പത്തെ ഭയപ്പെട്ടില്ല. നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചുവോ? ഈ തിരുവചനം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടോ സ്നേഹമുള്ളവരെ? ഇതിലിങ്ങനെ പരിശുദ്ധ മറിയം പേടിച്ച് ഈ ദുഷ്ടസൈന്യത്തിൻ്റെ മുൻപിൽ, ഇങ്ങനെ ഈ അലറി വരുന്ന ഈ സിംഹത്തിൻ്റെ മുൻപിൽ, നീ അലറി വരുന്ന ഈ പാമ്പിൻ്റെ മുമ്പിൽ ഇങ്ങനെ പേടിച്ച് നടക്കുന്ന മറിയത്തെ വി വിൽ നെവർ സീൻ, നമ്മൾ കാണുന്നില്ല. മറിച്ച് എന്താ? അതിൻ്റെ മുൻപിലും അവൾ ആനന്ദിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൽ ആനന്ദിച്ചു തുടങ്ങുക, ബാക്കിയുള്ളതൊന്നും നമ്മളെ ബാധിക്കില്ല എന്ന് നമുക്ക് ചിന്തിച്ചു തുടങ്ങണം. അങ്ങനെ ജീവിച്ചൊരു പെൺകുട്ടിയെക്കുറിച്ചൊരു ഐതിഹ്യമോ സംഭവമോ നമുക്കറിയില്ല പൂർണ്ണമായിട്ട്. അതിനെക്കുറിച്ചുള്ള പാരമ്പര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യം എങ്ങനെയാണ്? ഒരു നാട്ടിൽ വലിയൊരു വ്യാളി വരിക, അവിടെയുള്ള ആ രാജാവിൻ്റെ കുടുംബത്തിനും അവിടെ ആ നാട്ടിലുള്ള എല്ലാവരെയും ഓരോ ദിവസവും ഈ വ്യാളി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നാട്ടിൽ ഭയങ്കര പേടി കിടക്കുക. നാളെ ഇനി ആരുടെ അടുത്താണ്, നാളെ ആരുടെ ജീവനെ തീരണേന്നൊക്കെ പറഞ്ഞ് പേടിച്ചിരിക്കുന്ന സമയത്ത് ഈ രാജാവിൻ്റെ മകള് മാത്രം ഒരു പേടിയില്ലാണ്ടിരിക്കുക. എല്ലാവരും ആകെ പേടിച്ചിരിക്കുക, നാളെ എൻ്റെ ഊഴ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് അവസാനം എല്ലാവരെയും കൊന്നുതിന്ന ഈ വ്യാളി അവസാനം കൊണ്ടുവരാനുള്ള രാജാവിൻ്റെ മകളെയാണ് ഇനി കഴിക്കേണ്ടത്. അതായത് മകളിനെയാണ് ഇനി ഈ വ്യാളിക്കായിട്ട് കൊടുക്കണ്ടേ, അല്ലെങ്കിൽ ഇത്രയും വലിയ കാര്യം ഉണ്ടാവുന്നത്. അപ്പം അങ്ങനെ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വ്യാളിയുടെ മുമ്പിലേക്ക് പോകുന്ന ഈ രാജകുമാരിയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: അവൾക്ക് ഒരു പേടിയുണ്ടായിരുന്നില്ല എന്ന് പറയണേ. അവളിങ്ങനെ നിവർന്ന് നിന്ന് അവളിങ്ങനെ ചങ്കൂറ്റത്തോടു കൂടെ ഈ വ്യാളിയുടെ അടുത്തേക്ക് പോയി എന്ന് പറയണേ. അപ്പം എന്തുകൊണ്ട് അങ്ങനെ പോയി എന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് അവൾക്ക് ഇത്രയും ഒരു ബോൾഡ്നെസ് ഫീൽ ചെയ്യണേ, അല്ലെങ്കിൽ ഇത്രയും ഒരു ധൈര്യം, ഇത്രയും ഒരു ചങ്കൂറ്റം എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുന്ന പെൺകുട്ടിയാണ്. ഞാൻ എൻ്റെ ദൈവമേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ ദൈവം ദൂതന്മാരെ കൊണ്ട് എന്നെ അനുഗ്രഹിക്കും എന്നുള്ളൊരു കാര്യം ഈ പ്രിയ മകൾ ഇങ്ങനെ ഉഷാറായിട്ട് മനസ്സിലിങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കുക. ആ നിറവോട് കൂടിയിട്ടാണ് ഇവൾ ആ വ്യാളിയെ സമീപിക്കുന്നത്. എല്ലാവരും പേടിച്ച് വിറച്ചു പോകുമ്പോൾ ഇവളിങ്ങനെ ഉള്ളിൽ പറയാ: ഞാൻ എൻ്റെ ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുന്നു, ഞാൻ എൻ്റെ രക്ഷകനായ മിശിഹായിൽ ആശ്രയിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ് വ്യാളിയുടെ മുമ്പിൽ ചെല്ലുക. ഈ വ്യാളിയുടെ മുമ്പിൽ പോയിട്ട് ഇവളെ ആക്രമിക്കാൻ വരുന്ന ഈ വ്യാളിയുടെ മുമ്പിൽ ഇവളിങ്ങനെ സ്വസ്ഥമായിട്ടൊരു മിനിറ്റ് കണ്ണടച്ചിട്ട് ഇങ്ങനെ ദൈവത്തിൻ്റെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ: ദൈവമേ, ഈ പറയുന്ന വ്യാളിയെ തോൽപ്പിക്കാൻ ശക്തിയില്ല. എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവത്തിനല്ലാതെ ഈ ലോകത്തിൽ ആർക്കും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കണു. ഈ പറയുന്ന വ്യാളിയെ തോൽപ്പിക്കാൻ നിന്റെ ദൂതനെ അയക്കുക എന്ന് പറഞ്ഞിട്ട് ഈ മോളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ ദുഷ്ടശക്തിയെ തോൽപ്പിക്കാൻ എൻ്റെ ദൈവമേ, നീ ഇപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനെ അയക്കുക എന്ന് പറഞ്ഞിട്ട് ഇവള് ദൈവത്തിൽ ആനന്ദം കണ്ടെത്തിയ മിനിറ്റുകൾക്കുള്ളിലാണ് ദൈവം ഇങ്ങനെ ദൂതനെ പോലെ വിശുദ്ധ ഗീവർഗീസിനെ അവിടേക്ക് അയക്കുന്നത്. വിശുദ്ധ ഗീവർഗീസ് ഇവളിങ്ങനെ അവിടെ നിന്ന് ചേർത്ത് നീക്കി നിർത്തിയതിന് ശേഷം ആ വ്യാളിയെ തോൽപ്പിച്ച് അവൻ്റെ വായ് പിളർത്തിക്കളഞ്ഞ് എടുത്തു. വിശുദ്ധ ഗീവർഗീസിനെ കുറിച്ചുള്ള പാരമ്പര്യങ്ങൾ, ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്: വിശുദ്ധ ഗീവർഗീസിന് ഒന്നിനെയും പേടിച്ചില്ല, എക്സെപ്റ്റ് ഗോഡ്. ദൈവത്തിനെ അല്ലാതെ ഒരു വ്യക്തിയെയും അവൻ പേടിച്ചില്ല. തിന്മയുടെ ഒരു സ്വാധീനവും എന്നെ കീഴടക്കില്ല, കാരണം എൻ്റെ കർത്താവ് എൻ്റെ മുകളിലുണ്ട്, കർത്താവ് എനിക്ക് ചുറ്റും കോട്ട കെട്ടുന്നു എന്ന് സങ്കീർത്തകനെ പോലെ ഈ മനുഷ്യൻ പറഞ്ഞു എന്ന് പറയാം. അപ്പോൾ ഈ ഒരു വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളോട് സ്നേഹത്തോടുകൂടെ ഒരു ശുശ്രൂഷയിൽ പറയാനുള്ളത്, ഇങ്ങനെയുള്ള ചീള് കാര്യങ്ങൾ ഇനിയെങ്കിലും മനസ്സിൽ സൂക്ഷിക്കലേ.
ഇനിയെങ്കിലും ഇങ്ങനെയുള്ള സാധനങ്ങൾ, ദുഷ്ടശക്തികൾ അവരൊരു പൂജ ചെയ്തുകൊണ്ട് എൻ്റെ വീട് ഇങ്ങനെ തകരും, എൻ്റെ വീട്ടിലിങ്ങനെ പ്രശ്നം ഉണ്ടാവും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ദയവായിട്ട് പോവല്ലേ. അവരെന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, എത്ര ശത്രു സംഹാര പൂജ ചെയ്താലും അവർക്ക് ആർക്കും എൻ്റെ ദേഹത്ത് തൊടാൻ പറ്റില്ല. കാരണം എൻ്റെ കർത്താവ് എനിക്ക് എൻ്റെ ദൂതന്മാർ, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, കോടിക്കണക്കിന് ദൂതന്മാരെ അവിടെ നിന്ന് എനിക്ക് ചുറ്റും ചേർത്ത് നിർത്തി സംരക്ഷണത്തിൻ്റെ വലയ തീർക്കും. പരിശുദ്ധ മറിയം കണ്ടില്ലേ, അവളുടെ കുഞ്ഞിനെയോ അവളെയോ ഒരു സർപ്പവും തൊട്ടില്ല. ഇത്രയേ ഉള്ളൂ. ദൈവത്തിൽ അവൾ ആനന്ദം കണ്ടെത്തി. ഈ വചനം കേട്ടുകൊണ്ടിരിക്കണം, നമുക്കിങ്ങനെ ഒരു ചെറിയ തീരുമാനം എടുക്കാം. ദൈവത്തിൽ ആനന്ദം കണ്ടെത്താൻ എൻ്റെ 2 ലക്ഷണമായിട്ട്, ഒന്ന്, ഒരു പരിശുദ്ധ മറിയത്തിൻ്റെ ഒരു മാധ്യസ്ഥ ശക്തമായിട്ട് എന്നും പ്രാർത്ഥിക്കണം, ജപമാല ഇടണം, ഒപ്പം കർത്താവിൻ്റെ കുരിശിൽ ആശ്രയം വെച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെ ജീവിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടുന്ന ആനന്ദം എന്ന് പറയുന്നത് സ്വർഗീയ ആനന്ദമാണ്. തിന്മയുടെ ശക്തികളെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള ശക്തി. രണ്ടാമത്തെ ഈ ഒരു മേഖലയിൽ നിന്ന്, തിന്മയുടെ ശക്തികളിൽ നിന്ന് രക്ഷ നേടാനും ആനന്ദം കണ്ടെത്താനും നമുക്ക് ചെയ്യാനുള്ളത് സഹോദരനിൽ ആനന്ദം കണ്ടെത്താൻ എനിക്ക് പറ്റണം. കുറച്ചും കൂടി ചെറുപ്പത്തിൽ പറഞ്ഞ സഹചര്യത്തിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു ജീവിതശൈലി എനിക്കുണ്ടായിരിക്കണം. സഹചര്യത്തിൽ ആനന്ദം കണ്ടെത്താനായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഇത്തരം ദുഷ്ടശക്തികളിൽ നിന്ന്, അല്ലെങ്കിൽ ഭയത്തിൽ നിന്ന്, ഉൾഭീതിയിൽ നിന്ന്, പൈശാചിക ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള രണ്ടാമത്തെ കാര്യം. സഹചര്യത്തിൽ ഒരു ആനന്ദം കണ്ടെത്തുക. അവർ എന്നെ നശിപ്പിക്കുന്നവരല്ല, അവരെന്നെ സഹായിക്കുന്നവരാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ സ്നേഹമുള്ളവരെ, പിന്നെ നമുക്ക് ആരെയാ ഈ ലോകത്തിൽ പേടിക്കാനുള്ളത്? അപ്പോൾ അവരിൽ ഒരു ആനന്ദം കണ്ടെത്തുന്ന ഒരു പുതിയ സ്പിരിച്വാലിറ്റി നമുക്കിങ്ങനെ തുടങ്ങാൻ പറ്റണം. എനിക്ക് ഇഷ്ടമുള്ള ഒരു ഫിലോസഫി പഠിക്കുന്ന സമയത്ത് ഇഷ്ടമുണ്ടായിരുന്നത് ലെവിനാസ് എന്ന് പറയുന്ന ഒരു ഫിലോസഫറാണ്. ഒത്തിരി പേരുണ്ടായിരുന്നു, ഡെക്കാർട്ട് ഉണ്ട്, അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഹുസൈൽ ഉണ്ട്, അങ്ങനെ കുറേ പേരുണ്ടായിട്ടും ഈ പറയുന്ന ലെവിനാസിനോട് നമുക്കൊരു സ്നേഹം എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിൻ്റെ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഫിലോസഫി മുഴുവൻ ഡെവലപ്പ് ചെയ്യുന്നത് അതർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫിലോസഫിയാണ്. അദ്ദേഹം പറയണത്, ഒരു ഫിലോസഫി സ്റ്റാർട്ട് ചെയ്യണത്, തത്വശാസ്ത്രം തുടങ്ങുന്നത് അത് അപരനുമായിട്ട് ബന്ധപ്പെടുത്തിയേ പറയാൻ പറ്റുള്ളൂ. അപരൻ എന്ന് പറയുന്നത് അതെനിക്കൊരു ഹെവനാണ്, നോട്ട് എ ഹെൽ. അപരൻ എന്ന് പറയുന്നത് എനിക്കൊരു സ്വർഗത്തിൻ്റെ പ്രതീതി തീർക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ആരെയും പേടിക്കേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഈ ലെവിനാസ് എന്ന് പറയുന്ന ആളുടെ ഫിലോസഫി ഇങ്ങനെ സുന്ദരമായിട്ട് അദ്ദേഹം ഡെവലപ്പ് ചെയ്തേക്കണേ. അദ്ദേഹത്തിൻ്റെ ഓരോ സ്റ്റേറ്റ്മെൻറ്റും ഇങ്ങനെ ഈ ഒരു ബിൽഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഈ അതർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഇത് ലാസ്റ്റ് സ്റ്റേജിൽ അദ്ദേഹം ഇങ്ങനെ ഈ ഒരു ഫിലോസഫിയുടെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഫോം അദ്ദേഹം ഇങ്ങനെ വിളമ്പുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഇതിൻ്റെ രണ്ടാമത്തെ ഒരു മേഖലയൊക്കെ ആയിട്ട് ആലോചിക്കാനുള്ളത്, ശരിക്കും സാഹചര്യം എനിക്ക് എൻ്റെ കൂടെ നിൽക്കുന്നവരൊക്കെ എൻ്റെ ഒരു സന്തോഷത്തിൻ്റെ മേഖലയായിട്ടാണോ എനിക്ക് കാണുന്നത്? അവരിങ്ങനെ സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ട് ഞാൻ, അല്ലെങ്കിൽ അവരൊക്കെ എനിക്ക് എൻ്റെ അടുത്ത് നിൽക്കുന്നതിൽ ചെറിയ കുറവുകളൊക്കെ ഒന്ന് കണ്ടില്ല എന്നൊക്കെ നടിച്ച് എനിക്ക് ജീവിക്കാൻ പറ്റുമോ? അതല്ലെങ്കിൽ ഒരു ചെറിയൊരു പ്രോബ്ലം ഒക്കെ വരുമ്പോഴേക്കും അവരോട് ഇങ്ങനെ വല്ലാത്ത ദേഷ്യമൊക്കെ തോന്നുന്ന ഒരവസ്ഥയാണ് എൻ്റെ ഉള്ളിലുള്ളത്. മാതാവിൻ്റെ ജീവിതത്തിൽ ഈ ഒരു ആനന്ദം കണ്ടെത്തിയത്, അവൾ സാഹചര്യത്തിൽ ആനന്ദം കണ്ടെത്തിയത് കൊണ്ടാണ് അവളിങ്ങനെ ഒരു തിന്മയുടെ ശക്തിയും തോൽപ്പിക്കാതിരുന്നത്. അവളെക്കുറിച്ചുള്ളൊരു പാരമ്പര്യങ്ങൾ കഴിഞ്ഞ ദിവസം വായിച്ചത് ഇങ്ങനെ ഓർക്കാം. പരിശുദ്ധ മറിയത്തിൻ്റെ ഒരു നല്ലൊരു വായന കിട്ടിയത്, അത് ഈജിപ്തിലൂടെ അവളിങ്ങനെ ആ കുഞ്ഞുമാവിയായ മിശിഹായും കൊണ്ട് നടന്നു വരിക. എന്താ പറയുക, നമ്മുടെ ബെത്ലഹേമിൻ്റെ അവസ്ഥയൊക്കെ തീർന്ന് ബെത്ലഹേമിൽ നിന്ന് ഈജിപ്തിലേക്ക് ഇങ്ങനെയുള്ള യാത്ര. അപ്പോൾ ആ യാത്രയുടെ മധ്യേ നിന്ന് ഒരു ഫാമിലിനും കൂടെ അമ്മ പരിചയപ്പെടുകയാണ്. ആ ഫാമിലിനെ കാണുമ്പോൾ ഇങ്ങനെയാണ്, 2 കുഞ്ഞുവാവ് ഇരട്ടി കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് അങ്ങനെ ആ കുടുംബം ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഒരുമിച്ച് നമുക്ക് നടക്കാമെന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന പരിശുദ്ധ മറിയവും ആ ഫാമിലിയും കൂടിയിട്ട് ഒരുമിച്ച് ഇങ്ങനെ പോവാം. കുറച്ച് നേരം കഴിയുമ്പോൾ അതിലൊരു കുഞ്ഞുവാവ എന്തോ ഒരു അസുഖമൊക്കെ വന്നിട്ട് പെട്ടെന്ന് മരിച്ചു പോവാം. അപ്പോൾ ആ ദുഃഖത്തിലും പരിശുദ്ധ മറിയും ഇങ്ങനെ പങ്കാളിയാവുക, അവരെങ്ങനെ ചേർത്ത് പിടിക്കാനും അവരെ ആശ്വസിപ്പിക്കാനും ഒക്കെ നിൽക്കുന്നതായിട്ട് ഇങ്ങനെ വായിക്കും. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞു ആ കുഞ്ഞുവാവിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അടുത്ത കുഞ്ഞിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ പോകുന്ന വഴിയിൽ രണ്ടാമത്തെ കുഞ്ഞും ഇങ്ങനെ മരിക്കുക. ഇപ്പോൾ രണ്ടാമത്തെ കുഞ്ഞിങ്ങനെ മരിച്ച് വാവിട്ട് ആ സ്ത്രീ കരയണം കാണുമ്പോൾ ഈ പരിശുദ്ധ അമ്മയുടെ ഉള്ളിൽ ഇങ്ങനെ ഈ സഹജഭാവം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. സഹജഭാവം ഇങ്ങനെ നിറഞ്ഞു നിന്നിട്ട് അമ്മ ചെയ്യുന്നത് ഇങ്ങനെയാണ്, എൻ്റെ മോനിലൂടെ ഇവളെ രക്ഷിക്കാൻ പറ്റും, ഈ കുഞ്ഞുമാവനെ രക്ഷിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന കാര്യം ഇങ്ങനെയാണ്. ഈ കുഞ്ഞുമാവനെ, ഈശോ എന്ന് പറയുന്ന കുഞ്ഞുമാവനെ ഈ മരിച്ച കുഞ്ഞിൻ്റെ അടുത്ത് ഇങ്ങനെ ചേർത്ത് എടുത്തുക. അങ്ങനെ മരിച്ച കുഞ്ഞിനെ ചേർത്ത് എടുത്തിട്ട് ഇങ്ങനെ പറയുകയാണ്, സഹചര്യത്തിൽ ഞാൻ എൻ്റെ ആനന്ദം കണ്ടെത്തുന്നു, ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുന്നു എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ പതുക്കെ ഇങ്ങനെ ഈശോയുടെ കൈ ഇങ്ങനെ മരിച്ച കുഞ്ഞിൻ്റെ ദേഹത്ത് ഇങ്ങനെ ചേർത്ത് വയ്ക്കുക.
മിനിറ്റുകൾക്കുള്ളിൽ ഇങ്ങനെ കാണുമ്പോൾ കാണുന്ന കാര്യം ഇങ്ങനെയാണ്. ഈശോയുടെ സ്പർശം ഏറ്റു കഴിഞ്ഞപ്പോൾ കുഞ്ഞുമാവയായ ആ ഈശോയുടെ, അതായത് ചോര തുടിക്കുന്ന കുഞ്ഞിൻ്റെ കൈസ്പർശം ഏറ്റ ഉടനെ തന്നെ മരിച്ചുപോയ കുഞ്ഞ് ജീവനിലേക്ക് തിരിച്ചു വരിക. അങ്ങനെ കൊടുത്ത് ഈ കുഞ്ഞിന് അമ്മയ്ക്ക് പാല് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ മറിയം ഇങ്ങനെ ആ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറയാണ്, സഹചര്യത്തിൽ സ്നേഹം തുടങ്ങുമ്പോൾ, സഹചര്യത്തിൽ ആനന്ദം കണ്ടെത്തുമ്പോൾ സ്വർഗം അത്ഭുതങ്ങൾ തീർക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പഠിപ്പിക്കുക. ആ മരിച്ച് ജീവിച്ചവനാണ് പിന്നീട് ബർത്തലോമി ആയിട്ടുള്ളത്, ഈശോയുടെ ശിഷ്യനായത് എന്നൊക്കെ ഒരു പാരമ്പര്യം പറയുന്നുണ്ട്. ഇതൊന്നും ബൈബിളിലുള്ള ഒരു സംഭവമൊന്നുമല്ല. എങ്കിൽ കൂടെ ഇതിൻ്റെ ഒരു പശ്ചാത്തലം എത്രയേ ഉള്ളൂ. പരിശുദ്ധ മറിയം ഇങ്ങനെ സഹചര്യയുടെ വേദനയിലും അവരുടെ പൊള്ളലിലും അവരുടെ നിലവിളികളിലും കൂടെ നിന്നു. ആരൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ വേദനയിൽ കൂടെ നിൽക്കുന്നുണ്ടോ അവർക്ക് ഒരു തിന്മയുടെ ശക്തിയെയും പേടിക്കേണ്ടതില്ല. സ്നേഹമുള്ളവരെ, അവർക്ക് ഒന്നിനെയും പേടിക്കേണ്ടതില്ല. കാരണം അവർക്ക് ആർക്കും എന്നെ തൊടാൻ പറ്റില്ല, അവരൊക്കെ എന്നെ സഹായിക്കാൻ നിൽക്കുന്നവരാണെന്ന് പരിശുദ്ധ മറിയം ചിന്തിച്ചതുപോലെ അപരനിൽ, സഹചര്യത്തിൽ ആനന്ദം കണ്ടെത്താൻ തുടങ്ങി. ഇത് മൂന്നാമത്തെ ഒരു സ്പിരിച്വാലിറ്റി, ഈ തിന്മയുടെ ശക്തികളെ തോൽപ്പിക്കാനുള്ളത് അവനവനിൽ തന്നെ ചില വിശ്വാസങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. എന്നെ തൊടാനായിട്ട് ഇത്തരം മേഖലയിലുള്ള തിന്മയുടെ ശക്തിക്കൊന്നും പറ്റില്ല, എനിക്ക് തന്നെ ഒരു ബലമുണ്ട് എന്ന് ചിന്തിച്ച് തുടങ്ങുക എന്നുള്ളതാണ് ഇതിൻ്റെ മൂന്നാമത്തെ കാര്യം. കർത്താവ് എന്നിൽ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കണം. അതാണ് മാതാവിനെ കുറിച്ച് മാതാവ് പറയുന്നത്. മാതാവിൻ്റെ ഉള്ളിൽ വിശ്വാസം സൂക്ഷിച്ച കാര്യം. മാതാവ് അവളിൽ തന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റ് സൂക്ഷിച്ച ഒരു സ്ത്രീയാണെന്ന് പറയുന്നത്. നമുക്ക് ഈ ദിവസങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങനെ നമ്മളിങ്ങനെ നമ്മുടെ ലൈഫിനെ കുറിച്ചൊരു ബോധ്യമില്ലാത്തവരൊക്കെ ആയിട്ട് നമ്മൾ മാറുന്നുണ്ട്. ഇതിങ്ങനെ ഒരു ഒഴുക്കിനൊക്കെ കിട്ടിയ ഏതൊക്കെയോ ഒരു ഓളമെറ്റിന് കിട്ടിയ ഒരു ജീവിതം എന്നൊക്കെ പറഞ്ഞ് ജീവിച്ചുകൊണ്ടിരിക്കുന്നവരുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടല്ലേ കേരളമൊക്കെ സൂയിസൈഡൽ ടെൻഡൻസിയുടെ മോസ്റ്റ് പ്രോബബ്ലി വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റേറ്റ് എന്നൊക്കെ പറയേണ്ട ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കണേ. കേൾക്കുമ്പോൾ പുച്ഛമല്ലേ ശരിക്കും? ഇത്രയും സാക്ഷരതയും ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മുടെ നാടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ആത്മഹത്യ ചെയ്യണ മനുഷ്യരെ, ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ ഒരു കാരണം പറയുന്നത് ഈ തിന്മയുടെ ശക്തികളെ നേരിടാനുള്ള ശക്തി ഇല്ലാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നവർ. ഒരു ചെറിയ പ്രതിസന്ധി, ഒരു ക്രൈസിസ് വന്നപ്പോൾ, ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു ടെൻഷൻ വന്നു കഴിഞ്ഞപ്പോൾ, ഒരു നാണക്കേട് വന്നപ്പോഴൊക്കെ ജീവിതം ഇങ്ങനെ വലിച്ചെറിഞ്ഞ് പോകുന്നിടത്തോളം എന്ത് സങ്കടമുള്ള കാര്യം സ്നേഹമുള്ളവരെ. ഈശോ നമുക്ക് നൽകിയിട്ടുള്ള ജീവിതം അത് ഈശോയ്ക്ക് തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരല്ലേ നമ്മൾ? നമ്മളൊന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ഫ്രണ്ട് നമ്മുടെ ബർത്ത്ഡേക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് തന്നു. ആ ഗിഫ്റ്റ് ആ ഫ്രണ്ട് തന്ന അപ്പം തന്നെ നമ്മൾ വാങ്ങിയത് വലിച്ചെറി കഴിയുമ്പോൾ ആ ഫ്രണ്ടിന് എത്രത്തോളം വിഷമം ഉണ്ടാവും. ഇതുപോലെ ഈശോ ഇങ്ങനെ സ്നേഹത്തോടെ നിനക്ക് തന്നേക്കുക ഈ ജീവിതം, നീ ജീവിച്ച് ആസ്വദിച്ച് ജീവിക്കുന്നു പറഞ്ഞിട്ട് തന്നേക്കുക. നിന്റെ കയ്യിലിങ്ങനെ തന്നേക്കുക ഈ ഒരു ജീവിതത്തിൻ്റെ ശ്വാസം. ഇങ്ങനെ ഈശോയുടെ ആത്മാവിൻ്റെ നിശ്വാസം നമുക്കിങ്ങനെ തന്ന്, ശ്വാസത്തിൻ്റെ പൂർണ്ണത തന്ന് നമ്മളിങ്ങനെ ഈശോയുടെ മകനും മകളൊക്കെ ആയിട്ട് ചേർത്ത് നിർത്തിയേക്കുക. അതൊരു വിലയില്ലാത്ത വസ്തുവൊക്കെ ആക്കിയിട്ട് മാറ്റണത് എന്തിനാ? ഈ തിന്മയുടെ സ്വാധീനമൊക്കെ എന്നെ കീഴടക്കുന്നൊക്കെ പറയുന്നിടത്തോളം എൻ്റെ ശരീരത്തിന് ഒന്നും കൊള്ളാത്തൊരു ജീവിതമല്ലത്, ഈശോ എനിക്ക് തന്നിട്ടുള്ളതാന്ന് പറഞ്ഞിട്ട് അവനവനിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു സ്പിരിച്വാലിറ്റി തുടങ്ങണം. ഇത് ഇതിനൊരു ചെറിയൊരു ട്വിസ്റ്റും കൂടി ഉണ്ടെന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഈ അവനവനിൽ ആനന്ദം കണ്ടെത്തുക എന്ന് പറയുന്നത് അതൊരു സെക്ഷുവാലിറ്റിയിലേക്ക് മാറിപ്പോകുന്ന ഒരു കൾച്ചറും ശരിയല്ല എന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഇന്ന് ഒത്തിരി വൈകൃതങ്ങൾ ഇങ്ങനെ സ്വന്തം ശരീരവുമായി ബന്ധപ്പെട്ട് കാണും. അതല്ല ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ സ്പിരിച്വാലിറ്റി. സ്വന്തം ശരീരത്തെ നശിപ്പിക്കുന്ന രീതിയിലൊക്കെയുള്ള തിന്മയുടെ പ്രവൃത്തികൾ, അശ്ലീലമായിട്ടുള്ള പ്രവൃത്തികൾക്കൊക്കെ നമ്മൾ വീണു പോകുന്നുണ്ടെങ്കിൽ തിരിച്ചറിയണം, അപ്പോഴും ഞാൻ എൻ്റെ ശരീരത്തെ നശിപ്പിക്കുക. മദ്യപാനത്തിന്, വ്യഭിചാരത്തിന്, മറ്റ് ലൈംഗികമായ പാപങ്ങൾക്ക് എൻ്റെ ശരീരത്തെ വിട്ടുകൊടുക്കുമ്പോൾ ഉടനെ തന്നെ സ്നേഹമുള്ളവർ ഈ പറയണ ദുഷ്ടാത്മാവ് എന്നിൽ പ്രവേശിക്കും. കാരണം പിന്നെ ഞാനല്ല അതിൽ, എന്നിൽ ഈ ഒരു ആത്മാവില്ല, പിന്നെ ഞാൻ എന്ന് പറയുന്ന വ്യക്തിയില്ല, പിന്നെ ഈ പറയുന്ന ദുഷ്ടശക്തികൾ കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരം മേഖലകളിൽ നിന്ന് നമുക്ക് മാറണം. തിന്മയുടെ സ്വാധീനങ്ങൾ എന്നെ ബാധിക്കാതിരിക്കാൻ ഇത്തരം അവനവനിൽ ആനന്ദം കണ്ടെത്തുന്ന രീതിയിലുള്ള ലൈംഗിക വൈകൃതങ്ങളിൽ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ടും മോചിതരാവണം. അങ്ങനെ മോചിതരായി സഹചര്യത്തിൽ ദൈവത്തെ കണ്ട് എൻ്റെ കർത്താവിൻ്റെ കുരിശിൻ്റെയും പരിശുദ്ധ മറിയത്തിൻ്റെയും മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെയും സ്നേഹമുള്ളവരെ ഒരു ശക്തിക്കും തോൽപ്പിക്കാൻ പറ്റില്ല. സഭയുടെ ചരിത്രം മുഴുവൻ പറഞ്ഞു തരുന്നത് അതാ. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ഇപ്പം ഈ ഒരു വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയ മക്കളിലേക്കും ദൈവാത്മാവിൻ്റെ ശക്തമായ ഒരു ആവേശം ഉണ്ടാകട്ടെ, ഒരു ആവാസം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ദുഷ്ടശക്തികളെ ഓർത്ത് പേടിക്കുന്ന, പൈശാചിക ബന്ധനങ്ങളിൽ കഴിയുന്ന ഈ ശുശ്രൂഷ കേൾക്കുന്ന പ്രിയമക്കളിൽ നിന്ന് അത്തരം ദുഷ്ടാത്മാവിൻ്റെ ശക്തികൾ വിട്ടുമാറട്ടെ.
ദൈവത്തിൽ ആനന്ദം കണ്ടെത്താൻ, സഹചരിൽ ആനന്ദം കണ്ടെത്താൻ, ദൈവം തന്ന ജീവിതത്തെ ബഹുമാനിക്കാൻ, അതിലൂടെ രക്ഷ സ്വായത്തമാക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധ മറിയം വഴി സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ ഈ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ പ്രിയമക്കളുടെ ജീവിതത്തിലുള്ള എല്ലാ ദുഷ്ടശക്തികളിൽ നിന്ന്, തഴക്ക ദോഷങ്ങളിൽ നിന്ന് കരകയറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ മറിയത്തിൻ്റെയും വിശുദ്ധ കുരിശിൻ്റെയും സംരക്ഷണം ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളായിരിക്കുന്ന മേഖലകളിലും സമൃദ്ധമാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.